ഹലോ, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും കണ്ണാപ്പിയും കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് ഇൻട്രോയിൽ ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്നൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ പോവാണ്. അവൻ അതിൻ്റെ ത്രില്ലിൽ നിൽക്കുകയാണ് കേട്ടോ. അവൻ എനിക്ക് സൗകര്യം തന്നിട്ടില്ല, അത് ഉണ്ടാക്കി കൊടുക്കുന്നിടം വരെ അവൻ ഇങ്ങനെ കൂടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഈ ഒരു ബ്രാൻഡിനെ എടുത്ത് ഡെറം വീറ്റ് എൽബോ പാസ്ത എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. കുറച്ച് വെള്ളം ഞാനിങ്ങനെ അടുപ്പിൽ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ പാസ്ത വേവിച്ചെടുക്കാനായിട്ടാട്ടോ. അപ്പോൾ ഇത് തിള വന്നതിന് ശേഷം മാത്രം നമുക്ക് പാസ്ത ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിനാവശ്യമായിട്ടുള്ളത് ഞാൻ കാണിച്ചു. നമ്മുടെ വെള്ളമൊക്കെ നല്ല വൃത്തിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് പാസ്ത ഇടാൻ പോകാം കേട്ടോ. അപ്പം ഞാൻ എടുത്തേക്കുന്നതാണ്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കേട്ടോ. അത് ഈ ഷേപ്പാണ് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എങ്ങനത്തെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പം ഞാനൊരു കവറിൻ്റെ പകുതി പാസ്തയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ അതിനകത്തേക്ക് കുറച്ച് കണ്ട ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് വെജിറ്റബിൾ ഓയിലായാലും മതി, അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം നന്നായിട്ട് ഇങ്ങനെ തിളച്ച് അത് വെന്ത് വരുമ്പോൾ നമുക്കിങ്ങനെ അറിയാൻ പറ്റും. അപ്പം അത് കുറച്ചും കൂടി ഇങ്ങനെ വലുതായിട്ട് വരും കേട്ടോ. ഇങ്ങനെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് വെന്ത് വന്നിട്ടുള്ള ആ ഒരു പാസ്ത. അപ്പോൾ ഇതാ നമ്മുടെ പാസ്തയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ പാസ്തയൊക്കെ ഇവിടെ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ സോട്ട് ചെയ്തെടുക്കണം. ഞാൻ ആകെ ഇവിടെ ഉള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിനകത്ത് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുകയാണ്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ബട്ടറും ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഈ ഫ്ലെയിം കുറച്ചിട്ട് വേണം ബട്ടർ മെൽറ്റാക്കാൻ വെക്കാൻ, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ അതൊക്കെ ഒന്ന് മെൽറ്റായി വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി മസ്റ്റാണ്. വെളുത്തുള്ളി ഇടുമ്പോൾ വേറെ ഫ്ലേവറാണ് കിട്ടുന്നത്. അപ്പോൾ അടിപൊളിയാണ്. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ സവാളയുള്ളിയും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. ഞാൻ ആ സവാളയുള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇടുന്ന വെജിറ്റബിൾസ് ഒന്നും ഒരുപാടൊന്നും കുക്കായൊന്നും പോകണ്ട, അത് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ നന്നായിട്ട് വാട്ടിയിട്ടത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതിനായിട്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. പിന്നെ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ബട്ടറൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം മൈദയാണ്. ആ മൈദ ആ ബട്ടറിലേക്ക് കിടന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഈ ഒരു പരുവമൊക്കെ ആക്കണം. ഇതിനകത്തേക്ക് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പാലാട്ടോ. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. കട്ട കെട്ടാതെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം ആക്കി എടുക്കാനായിട്ട്. ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. എരിവ് എത്രത്തോളം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് വൈറ്റ് സോസിൻ്റെ പരിപാടികളെല്ലാം കഴിയും. അപ്പം സോസിന് അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിനകത്തേക്ക് പിന്നെ നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചാൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നാണ് പാസ്ത ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ പാസ്ത ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്തയുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അതും കൂടെ ഞാൻ അതിനകത്തേക്കൊരു ഇച്ചിരി കൂടെ ഒന്ന് ലൂസായി കിട്ടാനായിട്ടാണ് ഞാൻ അതിട്ട് കൊടുത്ത്. പിന്നെ ഒരു സ്ലൈസ് ചീസാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. ചീസ് ആർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും എന്ന് വിചാരിച്ച് കുറച്ചേ ഇട്ടുള്ളൂ. അത് ഓപ്ഷണലാണ്. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചീസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ജ്യൂസ്, നല്ല ക്രീമി ആയിട്ട് ജ്യൂസി ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്. മറ്റേ അല്ലാത്ത രീതിയിൽ മസാലകളൊക്കെ ചേർത്തുണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ വൈറ്റ് സോസിൽ ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ കണ്ണാപ്പിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.